സഫർജലേറ്റം നല്ലതാ ദാഹത്തിനും, അതുപോലെ കുടലിനും നല്ലതാണ് ബലത്തിനും. തിന്നുന്നതും പതിവാക്കി ഗർഭിണിയും ഇത്, പ്രസവിക്കുമെന്നാ കുട്ടികൾ അഴകുള്ളത്. വിശിഷ്യ മാസം 3 ആയാൽ പിന്നെ ഫലം കൂടുതൽ ഉണ്ടെന്ന് തന്നാ പൊന്നേ. സഫർജലീർച്ചപ്പൊടിയുടുള്ളിൽ പൂഴ്ത്തണം, അത് ദീർഘകാലം തന്നെ കേടില്ലറിയണം. അത് കത്തി കൊണ്ട് മുറിച്ചു തിന്നരുതെന്നാ, കൈകൊണ്ട് പൊട്ടിച്ചാകണം അതു നന്നാ. മുറിക്കുന്നതിൽ ജലം പറ്റുമെന്നാണുള്ളത്, പൊട്ടിച്ചു തിന്നലിൽ മാറ്റമാ പറയുന്നത്. കൈകൊണ്ടതും നബി ഒരു ദിനം ഖദ് കസ്സറ, അതിൽ നിന്നും അല്പം നൽകി തിന്നത് ജഅഫറ. പറയുന്നു നബി അവരോട്, തിന്നിത് ലൗനിനെ, തിളക്കം വരുത്തും ഹുസ്നിയത്തും വൽദിനെ. മറ്റുള്ള പഴമിരിക്കും സ്ഥലത്ത് സഫർജലും, വെച്ചാൽ ഇതല്ലാതുള്ളതൊക്കെ ഹലാക്കിലും. പറയുന്നു ദാഇറ നല്ലതാണ് സഫർജലും, വസ്വാസ് മാറുന്നുണ്ട് ചുമയും നീങ്ങലും. കൂടാതെ മടിയും മാറ്റുമെന്നാ ഭീതിയും, ജലദോഷമേതുണ്ടോ അതെല്ലാം തന്നെയും. ഇളക്കം വയറ്റിന് അധികമായാൽ തിന്നിത്, എന്നാലുടൻ അത് നിൽക്കുമെന്നാണുള്ളത്. വിയർപ്പിന് സുഗന്ധം നൽകുവാനിത് മെച്ചമാ, മൂത്രച്ചുടിച്ചിൽ തടയുവാനും കേമമാ.